ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കർപ്പൂരം കൊണ്ടുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കർപ്പൂരം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ 2 മഗ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കർപ്പൂരം വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാം. അതല്ല എങ്കിൽ നമുക്ക് വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അലിഞ്ഞ് കിട്ടും. അതൊന്ന് കൈ കൊണ്ടൊന്ന് ഞെവിടി കൊടുത്താൽ മതി, പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇന്ന് മാറാല, ചിലന്തി വലയൊക്കെ നമുക്ക് ഇത് വെച്ച് മാത്രം ഒന്ന് തുടച്ചു കൊടുക്കാം. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ മോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ മോപ്പാണ് എടുക്കുന്നത്. അത് വെച്ച് വേണം നമുക്കിന്ന് ചിലന്തിയും മാറാല എല്ലാം കളയാൻ വേണ്ടി ഈ വെള്ളം ഒന്ന് മുക്കി തുടച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ഞാൻ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും കൂടെ ഈ മോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പിൻ ചെയ്തിടാം. ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പം നല്ല ഒരു മോപ്പാണിത് കേട്ടോ. നല്ല ഉപകാരപ്രദമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്. തറ തുടയ്ക്കാനാണേലും ചിലന്തി അടിക്കാനാണേലും ജനലിൻ്റെ കമ്പി അതൊക്കെ തുടയ്ക്കുന്നതിനാണേലും നല്ല ഒരു മോപ്പാണിത്. അപ്പം എത്ര നാളായാലും ഇതിനൊരു കുഴപ്പവും വരുത്തതുമില്ല. അപ്പം നമുക്ക് ഈ വെള്ളത്തിൽ തൊട്ടിട്ട് തന്നെ ഇത് വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചിലന്തിയും മാറാല എല്ലാം കളഞ്ഞിട്ട് വേണം ഇത് വെച്ചൊന്ന് ഈ വെള്ളം തൊട്ടൊന്ന് തുടച്ചു കൊടുക്കാൻ. അപ്പോൾ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പോഴത്തേനും നല്ല ഒരു മണമാണ്. കർപ്പൂരത്തിൻ്റെ എണ്ണം ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ കബോർഡുകൾ, കിച്ചൺ കബോർഡുകൾ, അതേപോലെ അലമാര, എവിടെ വേണേലും നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. പിന്നെ കുറേ നാളത്തേക്ക് ചിലന്തിയുടെ ഒരു ശല്യമേ കാണത്തില്ല. അതേപോലെ തന്നെ മറ്റുള്ള പ്രാണികൾ ഏതാണേലും പാറ്റ, പ്രാണി, പല്ലികളൊന്നും ആ ഭാഗത്തോട്ടേ വരത്തില്ല. ഇതിൻ്റെ മണം അത്രയ്ക്ക് നല്ലൊരു മണമാണ്. അപ്പോൾ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെ തുടയ്ക്കാൻ പറ്റുന്നോ അവിടെയെല്ലാം ഇത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക. ജനൽ കമ്പികളും അതേപോലെ കിച്ചണിൽ എവിടെയാണേലും നമുക്കിത് വെച്ച് തുടച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് വഴി. അപ്പം ഞാനിതേപോലെ മതിലിൻ്റെ മൂല ഭാഗത്തും എല്ലാം നമുക്ക് എവിടെയൊക്കെ ചിലന്തി കൂട് കൂട്ടുന്നു ആ ഭാഗത്തെല്ലാം ഈ വെള്ളം വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുക ഈ മോപ്പ് വെച്ച്. അപ്പോൾ ജനൽ കമ്പിയിലൊക്കെ നമുക്ക് ഈ മോപ്പ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാനും നല്ലതാണ്. തട്ടിപ്പൊടി കൊടുക്കുന്നതാണൊക്കെ അതെല്ലാം ഇത് വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏത് എണ്ണയായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയോ ഏത് എണ്ണയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് തടി കൊണ്ടുള്ള, മരം കൊണ്ടുള്ള ഫർണിച്ചറുകളൊക്കെ തുടയ്ക്കുന്നതിന് ഈ വെള്ളം വെച്ച് തുടയ്ക്കുക. അപ്പോൾ നമുക്ക് വേറൊരു ടവൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തുടച്ചെടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ചതുകൊണ്ട് നമ്മൾ ഫർണിച്ചറിലൊക്കെ തുടയ്ക്കുമ്പോഴത്തേനും വെള്ളം പിടിക്കത്തില്ല. ആ ഭാഗത്തൊന്നും വെള്ളം പിടിക്കത്തുമില്ല. തടിയൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഡോറൊക്കെ തുടയ്ക്കുമ്പോഴത്തേനും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പം ഇതിനകത്ത് എണ്ണ ഒഴിച്ചതുകൊണ്ട് നമുക്ക് വെള്ളം അതിനകത്ത് പിടിക്കത്തുമില്ല. അതുമാത്രമല്ല നല്ലൊരു ഗ്ലേസിങ്ങും ഈ മണം കാരണം ചിലന്തി ഈ നമ്മുടെ ഡോറിൻ്റെ ഭാഗങ്ങളിലൊക്കെ വിടവിലൊക്കെ ഇങ്ങനെ കൂട് കൂട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശല്യമേ കാണത്തില്ല. അതേപോലെ ഷോക്കേഴ്സിൻ്റെ കണ്ടോ ഇതേപോലെ ഡിസൈൻ വർക്ക് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ചിലന്തിയൊക്കെ കൂട് വെക്കും. അതേപോലെ നമുക്ക് ഇതേ വെച്ചും തുടച്ചു കൊടുത്താൽ മാത്രം മതി. നല്ലൊരു മണമാണ്. അതേപോലെ നമുക്ക് ഫ്ലോർ തുടയ്ക്കാനും ഈ വെള്ളം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് എണ്ണ ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ കർപ്പൂരം ഇട്ട വെള്ളം മാത്രം മതി. അപ്പോൾ ഇതേപോലെ ഡോറിൻ്റെ കണ്ടോ വിടവിലൊക്കെ ഇതേപോലെ ചിലന്തി കൂട് കൂട്ടും. അപ്പോൾ നല്ല ഒരു ടിപ്പാണിത്. അപ്പോൾ പുതിയ ഡോറ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇനിയും നമുക്ക് നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.